നമ്മുടെ തൊടയിൽ കുറച്ച് ഞരമ്പുകളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ല സ്റ്റെപ്പിനായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ മുറിച്ചെടുക്കാൻ അല്ലേ? എന്ത് നന്ദി കാണിച്ചു അള്ളാഹുവിനോട്. ഒരു കിഡ്നി ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പുള്ളൂ. 170 ലിറ്റർ രക്തമാണ് ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുക. 17 ബക്കറ്റ് രക്തം. സാധാരണ നമ്മൾ പുറത്തൊക്കെ കണ്ട ബക്കറ്റിൽ 10 ലിറ്ററിൻ്റെ ബക്കറ്റാ. അങ്ങനത്തെ 17 ബക്കറ്റ് രക്തമാണ് ഒരു ദിവസം നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യണത്. ഒരു കിഡ്നി പോയാൽ എത്ര പൈസ വേണം, എത്ര വേദന അനുഭവിക്കണം, എത്ര മാനസികമായ പ്രയാസം അനുഭവിക്കണം, എത്ര ആളുകളുടെ ഉറക്കമൊഴിക്കണം. അപ്പം അതിൻ്റെ വില അറിയോ? അത് നേരെ വർക്ക് ചെയ്യുമ്പോൾ, നേരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാണുണ്ടോ? കുറച്ചുകൂടി താഴെ ഇറങ്ങി ആമാശയം. ഈ ആമാശയത്തിൻ്റെ ഈ വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഇങ്ങനെ മിക്സ് വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചാൽ ഇവിടേക്കൊക്കെ തെറിക്കും. എത്ര സ്ട്രോങ് ഉള്ള അടപ്പാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തെറിച്ച് അവിടെ ഇവിടെ ചുമരിലേക്ക് അടയാളാവും. അതുപോലെ നമ്മൾ ആമാശയത്തിൻ്റെ ഭിത്തിയിലേക്ക് ഈ ദഹന പ്രക്രിയ നടക്കുമ്പോൾ തെറിക്കും. അപ്പോൾ അവിടെ ഓട്ടം ചെയ്യാൻ സാധ്യതയുണ്ട്. അതറിയുന്ന നമ്മെ സംവിധാനിച്ച റബ്ബ് ആമാശയത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാഡർ കൊടുത്തു, ഒരു ബലൂണ് പോലെ നൈസായ ഒരു പാട കൊടുത്തു. ഫുൾ കവർ ചെയ്ത് നിൽക്കും ആ പാട. അത് 1-ാമത്തെ ദിവസം കറക്കാൻ തുടങ്ങും, 2-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് അത് മുഷിയാൻ തുടങ്ങും, 3-ാമത്തെ ദിവസം അല്ല അതിനെങ്ങനെ കരിച്ചിട്ട് നമ്മളെ വേസ്റ്റ് കണക്ക് കളയും. അപ്പോഴേക്കനെ പുതിയത് കൊടുക്കും. ആർക്ക്? ലോകത്തിൽ ഇന്ന് 800 കോടി മനുഷ്യന്മാരുണ്ട്. 800 കോടി മനുഷ്യന്മാരുടെയും ആമാശയത്തിൻ്റെ ഉള്ളിലെ പാട ഓരോ 3 ദിവസം കൂടുമ്പോഴും അള്ളാഹു കരിച്ച് കളഞ്ഞ് പുതിയത് കൊടുക്കും. നമ്മൾ അറിയണ്ടോ? ഒരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്, എന്ത് ചോദിച്ചു, എൻ്റെ പാട മാറുകയാണെന്ന്. നമ്മൾ അറിയുന്നുണ്ടോ? 4 ദിവസം മലവും മൂത്രം പുറത്തോടില്ല. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ അവിടെ കിടന്നു, കൃത്രിമമായി മലവും മൂത്രമൊക്കെ പുറത്തെടുത്തു. തിരിച്ചു പോരുമ്പോൾ ചിരിച്ചാൽ പോരാ, 10,000 ബില്ലടക്കണം. 4 ദിവസം മലവും മൂത്രവും പോരാത്തതിന് 1000-ഓ 10,000-ഓ ബില്ലടക്കണം. 60 വയസ്സുള്ളവർ കൂട്ടത്തിലില്ലേ, 50-ഉള്ളവരില്ലേ, 60-ന്റെ മുകളിലുള്ളവരില്ലേ, 40-ഉള്ളവരില്ലേ, 30-ഉള്ളവരില്ലേ? ഈ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം 65 കൊല്ലമൊക്കെ ഈ ദഹന പ്രക്രിയ ഭംഗിയായി നടന്ന് മലവും മൂത്രവും പുറത്തു കളഞ്ഞതിന് എവിടെയാണ് നമ്മൾ ബില്ലടച്ചത്? അള്ളാഹു തന്നെ ഈ സംവിധാനം ഉപയോഗിച്ച് അല്ലേ, എന്തൊരാശ്വാസമാണ് വേസ്റ്റൊക്കെ പുറത്തു പോകുമ്പോൾ. അതിങ്ങനെ എട്ടങ്ങാറായി പ്രയാസപ്പെട്ട് നിന്നിട്ട് ഒരു സംവിധാനം കിട്ടാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക്. ഒരു ടോയ്ലറ്റ് കാണില്ല, എന്നാൽ ഇത് പുറത്ത് കളയാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്ക്. അത് സമാധാനത്തിലൊന്ന് പുറത്ത് കളയാൻ പറ്റി വൃത്തിയായി പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം ആലോചിച്ച് നോക്ക്. ഇതിനെവിടെയാണ് നമ്മൾ ബില്ലടച്ചത്? നമ്മുടെ വാപ്പാക്ക് 65 വയസ്സായി 70 വയസ്സായി നല്ല ഉഷാറായിട്ട് ജീവിക്കായിരുന്നു. പെട്ടെന്ന് ഇന്നലെ ഒരു ശ്വാസം മുട്ടൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പൈസ എത്ര ചെലവാകുന്നത്? ICUലേക്ക് എത്ര മരുന്നാ ചോദിച്ചു വാങ്ങണത്? ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ആ ശ്വാസം, അതിന്റെ പ്രക്രിയ ഭംഗിയായി ശ്വസന പ്രക്രിയ 60 കൊല്ലം 65 കൊല്ലം 70 കൊല്ലം നടത്തി തന്നതിന് എവിടെയാണ് നമ്മൾ നന്ദി കാണിച്ചത്? നമ്മളെ മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ 4 ദിവസം ശ്വാസം കിട്ടാനുള്ള റീചാർജിങ്, അത് കഴിഞ്ഞാൽ വീണ്ടും റീചാർജിങ്, അങ്ങനെ സംവിധാനം അള്ള വെച്ചിരുന്നെങ്കിലോ? ചിന്തിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം ചോദിച്ചതാണ്. എത്ര നന്ദി കാണിക്കണം അള്ളാഹുവിനോട്.